ഹിന്ദി സംസാരിക്കുമ്പോൾ മുന്നിൽ, ബാക്കിൽ, മുകളിൽ, താഴെ. ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടത്, എത്ര വട്ടം പറഞ്ഞാലും പഴയ വീഡിയോ തപ്പിയെടുത്ത് പോകാൻ ചിലപ്പോൾ പുതിയ ആളുകൾക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് അത്തരം ഒരു 10 പോയിന്റുകളിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യമായി മുന്നിൽ എന്നതിന് നമ്മൾ പറയാം സാമ്നെ എന്നാണ് പറയുക, സാമ്നെ. ഇനി മുന്നിലേക്ക് പോവുക, മുൻഭാഗം എന്നൊക്കെ പറയാൻ ആകെ എന്ന് പറയും, ആകെ. ഓക്കെ, ആകെ ചലോ യാർ, ഒന്ന് മുന്നിലേക്ക് പോകൂ, ആകെ ചലോ എന്ന് പറയാം. तुम्हारे सामने ചെക്ക് പോയിന്റ് ഹേ, अपने सामने ചെക്ക് പോയിന്റ്, നമ്മുടെ മുന്നിൽ ചെക്ക് പോയിന്റ് ഉണ്ട്, സാമ്നെ. ഓക്കെ ആണോ? ഇനി അതിൻ്റെ ബാക്കിന് എന്താ പറയുക? പീച്ചേ എന്ന് പറയാം. ഓക്കെ, പീച്ചേ എന്ന് പറഞ്ഞ ബാക്കിൽ. ഓക്കെ, അതേപോലെ തന്നെ മുന്നിൽ ആകെ പറഞ്ഞു. ഇനി ചുറ്റുവട്ടത്ത് എന്നൊക്കെ പറയാറുണ്ട്. ചുറ്റുവട്ടത്ത് ഏക് ആദ്മി ഹേ യഹാ ആസ്പാസ് മേ രഹത്തെ ഹേ, ആസ്പാസ് എന്ന് പറയാം. ചുറ്റുവട്ടം എന്നുള്ളതിന് ആസ്പാസ് എന്ന് പറയാറുണ്ട്. സംസാര ഭാഷയിലുള്ളതാണ്, സാഹിത്യ ഭാഷയിൽ അത്ര യൂസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, ഉള്ളിൽ, അന്തർ സെ നിക്കാലോ യാർ, അന്തർ സെ, ആ ഉള്ളിൽ നിന്ന് എടുത്തോളൂ. അന്തർ, അതെന്താ പിന്നെ അടുത്തത്? ബാഹർ. അന്തർ കൊയ് ഹേ, അന്തർ കൊയ് നെയ് ഹേ, അന്തർ കൊയ് ഹേ, ആരെങ്കിലും ഉള്ളിലുണ്ടോ? നീ അന്തർ കൊയ് നെയ് ഹേ, അന്തർ. ബാഹർ. ഓക്കെ, നമ്മൾ മലയാളത്തിൽ അന്തർമുഖി എന്നൊക്കെ പറയും. അന്തർ, അതൊക്കെ മലയാളത്തിൽ കൂടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്താണ്. ഓക്കെ, നീച്ചേ താഴെ. അപ്പം നമ്മൾ സാധാരണ പറയുമ്പോൾ ഫിസിക്കലി നീച്ചയല്ല, നീച്ചേ ലെവൽസേ. നീച്ചേ ലെവൽ എന്ന് പറഞ്ഞാൽ താഴെ ലെവലിൽ, താഴെ തട്ടിലുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമല്ലോ. യഥാർത്ഥത്തിൽ താഴെ ഒന്നല്ല. നമ്മൾ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോൾ ये आदमी लोग बहुत नीचे लेवल से हिंदी बात कर रहे, हिंदी सीख रहे, नीचे लेवल से हिंदी सीख रहे. താഴെ തട്ടിൽ നിന്നാണ് ഹിന്ദി പഠിക്കുന്നത്, തീരെ അറിയാത്ത ആൾക്കാരാണെന്ന് അർത്ഥം. അവിടെയും നീച്ചെ എന്ന് പറയും. നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. നീച്ചെ രക്കോ, നീച്ചെ ബൈഠോ, നീച്ചെ രക്കോ താഴെ വെക്കൂ, നീച്ചെ ബൈഠോ താഴെ ഇരിക്കൂ എന്ന് പറയാം. ഓക്കെ, ഇനി ഉപ്പറാണ്. ഉപ്പർ എന്നാൽ മുകളിലാണ്. ഊപ്പർ എന്ന് പറയാം. ഊപ്പർ കോയി നെയ്യേ, ആ മുകളിൽ ആരുമില്ല, ആദ്മി ഉപ്പർ ചലാകിയ, ഉപ്പർ ചലാകിയ. നമ്മൾ പറയല്ലോ മലയാളത്തിലൊക്കെ, മേലൊരാളുണ്ട്, ആദ്മി എന്നൊന്നും പറയാൻ പറ്റില്ല. മുകളിൽ ഒരാളുണ്ട് എന്ന് പറയല്ലോ. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാരങ്ങനെ പറയാറുണ്ട്, ഉപ്പർക്ക എന്ന് പറയും. ഓക്കെ, ഉപ്പർ എന്നാണ് മുകളിൽ എന്നർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ പഹ്ലെ എന്ന് പറഞ്ഞാൽ മുമ്പ്. പഹ്ലെ മുമ്പിലാണ്, പഹ്ലെ. ഓക്കെ, പിന്നെ ബാദ് ശേഷം, ഉസ്കെ പഹ്ലെ അയാളുടെ മുമ്പ്, ഇസ്കെ ബാദ് അയാളുടെ ശേഷം എന്ന് പറയും. ഖാനെ കെ ബാദ് മേ ആവും, ഖാനെ കെ ബാദ് മേ ആവും, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വരാം. അപ്പൊ ഖാനെ കെ ബാദ്. ഓക്കെ, കെ ബാദും സേ പഹ്ലെയാണ് സംഭവം. സേ പഹ്ലെ, ഉൻസെ പഹ്ലെ. അപ്പൊ സേ പഹ്ലെ എന്ന് പറഞ്ഞാൽ മുമ്പിലാണ്, കേബാദ് എന്ന് പറയുന്ന ശേഷമാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ സംസാര ഭാഷയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഫ്രേസുകളാണ്. ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് ആണ് ഞാൻ പറഞ്ഞു. ഒന്നുകൂടി പറയട്ടെ. മുന്നിൽ എന്നുള്ളതിന് ആകെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മുന്നിൽ ആകെ പറയാം, അതുപോലെ സാമ്നെ പറയാം. ബാക്കിൽ എന്നുള്ള പീച്ചെ പറയാം. പിന്നെ ഉപ്പർ, നീച്ചെ, പീച്ചെ നമ്മൾ പറഞ്ഞു. ആസ്പാസ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ ഹിന്ദി സംസാര ഭാഷ നിങ്ങൾക്ക് എളുപ്പമാകുന്നതിന് ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രിയ, ധന്യവാദ്.